ഇസ്ലാമിക ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേൽ രംഗത്ത് വരുന്നു. അതെ, അത് വലിയ ആഘാതമുണ്ടാക്കുന്ന, വലിയ പ്രത്യാഘാതവും വലിയ ചർച്ചകളും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. അതായത് ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഒരു വിശുദ്ധ സ്ഥലമുണ്ട്. അൽ അഖ്സ മസ്ജിദ് അവിടെയാണ്. അത് ലോകത്തിലെ 3 മതങ്ങൾ, ജൂതമതം, ക്രിസ്ത്യാനിറ്റി, മുസ്ലിം, ഇസ്ലാം മതം, ഇവർ 3 പേരും ഒരേപോലെ പ്രാധാന്യം കൽപ്പിക്കുന്ന സ്ഥലമാണ് ടെമ്പിൾ മൗണ്ട്. അവിടെയാണ് ലോകത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ വിശുദ്ധ സ്ഥലമായ അൽ അഖ്സ മസ്ജിദ് ഉള്ളത്. യേശുദേവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഈ ടെമ്പിൾ മൗണ്ട്. മിശിഹായുടെ 2ാം വരവിൽ 3ാമത്തെ ജൂതക്ഷേത്രം നിർമ്മിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഇത്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വർഗത്തിലേക്ക് പോയത് ഈ ടെമ്പിൾ മൗണ്ടിലാണെന്ന് പറയുന്നു. ഈ ടെമ്പിൾ മൗണ്ടിൽ ഇസ്രായേലിൻ്റെ കയ്യിലാണിപ്പോൾ. പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യിൽ ഇസ്രായേൽ പോലീസാണ് ഇതിൻ്റെ സുരക്ഷ നോക്കുന്നതെങ്കിലും അവിടെ അമുസ്ലിമുകൾക്ക് ആരാധന പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇസ്രായേലും കൂടെ അംഗീകരിച്ചതാണ്. പക്ഷേ അവിടെ പരിമിതമായ തോതിൽ ഇസ്രായേലികൾക്കും മറ്റും അങ്ങോട്ട് പോവാം. കാരണം ഇസ്രായേലികളുടെ വിശുദ്ധ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് ഞാൻ എൻ്റെ കഥ ഇതിന് പിന്നാലെ പറയാം, വിശദമായി പറയാനുണ്ട്. നമ്മുടെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ ഇന്നലെ സംഭവിച്ചത് ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇസ്ലാമിക ലോകത്തിന് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് ഇന്നലെ നടന്നത്. കാരണം ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇത്താമർ ബെൻ ഗിവർ ടെമ്പിൾ മൗണ്ടിൽ പോയി. ടെമ്പിൾ മൗണ്ടിൽ 2002 ശേഷം ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ബെൻ ഗിവർ നടത്തിയ പ്രസ്താവനയാണ് വലിയ കോളിളക്കം ഉണ്ടാക്കിയിരിക്കുന്നത്. ബെൻ ഗിവർ പറഞ്ഞു, നമ്മുടെ വിശുദ്ധ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് ഞാൻ പോയി. നമ്മുടെ സൈനികരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും ബന്ദികളെ വേഗം തിരിച്ചു കിട്ടാൻ വേണ്ടിയും ദൈവസഹായത്തോടെ സമ്പൂർണ്ണ വിജയം ഇസ്രായേലിന് കിട്ടാൻ വേണ്ടിയും ഞാൻ ടെമ്പിൾ മൗണ്ടിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. കാരണം അവിടെ അമുസ്ലിമുകൾ പ്രാർത്ഥന പാടില്ല എന്നൊരു സ്റ്റാറ്റസ് കോ ഉണ്ട്. അത് ഇസ്ലാമിക ലോകം അതാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇസ്രായേൽ അത് പിടിച്ചെടുത്തതിന് ശേഷവും പ്രാർത്ഥന നടത്താൻ മുസ്ലിമുകൾക്ക് മാത്രമാണ് അവകാശം എന്നു പറഞ്ഞിരുന്നത് ആദ്യമായി ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ലംഘിച്ചിരിക്കുന്നു. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടെ പോയി അവിടെ പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ വിജയത്തിന്, അത് ഇസ്രായേലിൻ്റെ വിജയത്തിന് വേണ്ടി പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല. ജൂതന്മാർ അവിടെ പ്രാർത്ഥിക്കാൻ പാടില്ല, ക്രിസ്ത്യാനി പ്രാർത്ഥിക്കാൻ പാടില്ല, മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്ന് അവർ അവകാശപ്പെടുന്ന അങ്ങനെ ഒരു സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്ന അവിടെ ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇത്താമർ ബെൻ ഗിവർ പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇസ്ലാമിക ലോകം ഞെട്ടി, ജോർദാൻ ഞെട്ടി, സൗദി അറേബ്യ ഞെട്ടി. ഇവരെല്ലാം പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അത് സ്ഥിതി കൂടുതൽ സംഘർഷമുണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇസ്രായേൽ പാർലമെൻറ്റിൽ ഇസ്ലാമിസ്റ്റ് റാം പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്. ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് ക്നിസറ്റിൽ ജൂതന്മാർ മാത്രമല്ല ഉള്ളത്. അവിടെയുള്ള ഇസ്രായേലിൽ ജീവിക്കുന്ന മുസ്ലിമുകൾക്കും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജയിക്കാനും പാർലമെൻറ്റ് ആകാനുള്ള അവസരമൊക്കെ കൊടുക്കുന്ന ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ. അവിടുത്തെ ഇസ്ലാമിസ്റ്റ് റാം പാർട്ടിയുടെ ക്നീസറ്റ് അംഗമായ മൻസൂർ അബ്ബാസ് പറഞ്ഞതെന്നറിയോ? അൽ അഖ്സ മോസ്കിൻ്റെ വിശുദ്ധി ഇത്താമർ ബെൻ ഗിവർ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹമാസ് പറഞ്ഞതെന്നറിയോ? ഹമാസ് ഈ 2023 ഒക്ടോബർ 7 നടത്തിയ കൂട്ടക്കൊലയില്ലേ, ആ കൂട്ടക്കൊലക്കിട്ട പേരെന്തായിരുന്നറിയോ? അൽ അഖ്സ ഫ്ലഡ് എന്നായിരുന്നു പേരിട്ടത്. ഓപ്പറേഷൻ അൽ അഖ്സ ഫ്ലഡ്. അവരുടെ ലോകത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ വിശുദ്ധ മസ്ജിദായ അൽ അഖ്സ ഫ്ലഡ് എന്ന് പേരിട്ട ഓപ്പറേഷനാണ് ഈ കൂട്ടക്കൊലയ്ക്ക് വിട്ടത്. അപ്പം അവർക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടാണെന്ന് നോക്കൂ. അൽ അഖ്സയെ മോചിപ്പിക്കണം. അതിപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലിരിക്കുകയാണ്. അത് പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് വേണം, വിട്ടുകിട്ടണം എന്നാവശ്യപ്പെടുന്നതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലുള്ള പ്രളയം എന്ന് പറഞ്ഞിട്ടാണ്, മരണത്തിൻ്റെ പ്രളയം, ചോരപ്രളയം എന്ന് പറഞ്ഞാണ് ഇവർ ഈ കൂട്ടക്കൊല നടത്തിയത്. ഹമാസ് ഇന്നലെ പറഞ്ഞു, സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനാണ് ഇസ്രായേലിൻ്റെ ശ്രമം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നെതന്യാഹു ഒന്നും പറഞ്ഞില്ല. PMOയിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വന്നു, തൽസ്ഥിതി തുടരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവസ്ഥ തുടരും. അപ്പോൾ ഈ ബെൻ ഗിവറെ സംബന്ധിച്ച്, ബെൻ ഗിവർ അവിടുത്തെ യഹൂദിസ്റ്റ് പാർട്ടിയുടെ ആളാണ്, ലിക്വിഡ് പാർട്ടിയുടെ ആളാണ്. നെതന്യാഹു. അപ്പോൾ ഈ ബെൻ ഗിവർ എക്കാലത്ത് ആവശ്യപ്പെടുന്ന അവിടെ പോയി സിനഗോഗ ഉണ്ടാക്കണം.
അത് നമ്മുടെ സ്ഥലമാണ്, അവിടെ സിനഗോഗ് ഉണ്ടാക്കണമെന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ബെൻഗിവർ. ബെൻഗിവർ ഇന്നലെ ചെയ്തത്, സാധാരണ ആരെങ്കിലുമൊക്കെ അവിടെ പോകുന്നുണ്ടെങ്കിൽ, ടെമ്പിൾ മൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ട് വേണം പോകാനെന്നൊക്കെയാണ് വ്യവസ്ഥ. ബെൻഗിവർ നെതന്യാഹു അറിഞ്ഞു പോയതാണോ അറിയാതെ പോയതാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും ബെൻഗിവറിനെ തള്ളി പറഞ്ഞിട്ടില്ല നെതന്യാഹുവിൻ്റെ ഓഫീസ്, പക്ഷേ പറഞ്ഞു തൽസ്ഥിതി തുടരുമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ടെമ്പിൾ മൗണ്ട് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നതെന്ന് നോക്കാം. അതായത് ഈ ജെറുസലേമിൻ്റെ വിശുദ്ധ എക്സ്പ്ലനേഡ് എന്ന് പറയുന്ന സ്ഥലം ഈ അൽ അഖ്സ മസ്ജിദ് കോമ്പൗണ്ടിലാണ് ഈ ടെമ്പിൾ മൗണ്ടിലേക്കുള്ളത്. ഇത് പറയുന്നത് ഈ രണ്ടാം യഹൂദ ക്ഷേത്രത്തിൻ്റെ വിപുലീകരണത്തിനായി BC 1 ഹെറദോസ് രാജാവ് ഇത് പുനർനിർമ്മിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ക്രിസ്തുവിന് CE 637 പിന്നീട് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു. പിന്നീട് റഷീദൂണിലും ആദ്യകാല ഉമയ്യദ് ഖിലാഫത്തുകളിലും നിർമ്മിച്ച സ്മാരക നിർമ്മിതികളാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. അതായത് പിന്നീട് യഹൂദന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ടെമ്പിൾ മൗണ്ട് മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു. പിന്നീട് അവരത് വഖഫ് ചെയ്തു. വഖഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ വഖഫ് ചെയ്ത ഇതായിരുന്നു. അതിന് 11 ഗേറ്റുകളുണ്ട്. അതിൽ 10 ഗേറ്റുകളിലൂടെ മുസ്ലിമുകൾക്ക് കയറാം, 1 ഗേറ്റ് അമുസ്ലിമുകൾക്ക്, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും കയറാനുള്ളതാണ്. അപ്പോൾ യഹൂദമതത്തിലെ ഏറ്റവും വിശുദ്ധ സ്ഥലമാണിത്. ഇവിടെ ഏറ്റവും യഹൂദരുടെ വിശ്വാസപ്രകാരം അവരുടെ ഏറ്റവും വിശുദ്ധമായ 2 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന അവിടെയാണ്. സോളമൻ രാജാവ്, ദാവീദിൻ്റെ പുത്രനായ സോളമൻ രാജാവ് പടുകിഴിപ്പിച്ചതായിരുന്നു ഈ ക്ഷേത്രം. പിന്നീട് ഹെരോദോവ് രാജാവാണ് ഇത് പുതുക്കിപ്പെട്ടത്. റോമാ സാമ്രാജ്യം പിന്നീട് ഇത് വന്ന് തകർത്തു. അങ്ങനെ 2 ക്ഷേത്രങ്ങളും, ജൂതന്മാരുടെ 2 ക്ഷേത്രങ്ങളും റോമാ സാമ്രാജ്യം തകർത്തിരുന്നു. അവർ പക്ഷേ പിന്നീട് മുസ്ലിങ്ങളുടെ കയ്യിൽ പോയി. അപ്പം ബേസിക്കലി അടിസ്ഥാനപരമായി ജൂതന്മാരുടെ ആയിരുന്നു ടെമ്പിൾ മൗണ്ട്. അവിടെയാണ് പിന്നീട് അൽ അഖ്സ മോസ്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോഴും അവർ കരുതുന്നു മിശിഹ വരുമല്ലോ, 1000 വർഷങ്ങൾക്ക് ശേഷം ഒലീവ് മലയിൽ മിശിഹ വരും, അല്ലെങ്കിൽ യേശുദേവൻ വരും എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികളും ജൂതന്മാരും. അങ്ങനെ മിശിഹ വരുമ്പോൾ തകർക്കപ്പെട്ട 2 ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് 3ാമത്തെ ഒരു ക്ഷേത്രം വരും ഇവിടെ. എവിടെ? ഈ ടെമ്പിൾ മൗണ്ടിൽ എന്ന് കരുതുന്നവരാണ് ലോകത്തുള്ള ജൂതന്മാർ. അപ്പോൾ അങ്ങേയറ്റത്തെ പവിത്രതയുള്ള സ്ഥലമാണിത്. അവിടെ പോകാൻ പോലും ജൂതന്മാർക്ക് വളരെ ഭയഭക്തി ബഹുമാനത്തോടാണ് ജൂതന്മാർ ഈ ടെമ്പിൾ മൗണ്ടന്മാരിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഈ അവിചാരിതമായി പോലും ആ പ്രദേശത്ത് വിശുദ്ധിയില്ലാതെ പ്രവേശിക്കാതിരിക്കാൻ റബ്ബിനിക്കൽ നിയമപ്രകാരം ചില വ്യവസ്ഥകൾ വരും ഇവർ മതപരമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്ര പവിത്രമായി അവർ കാണുന്ന സ്ഥലമാണ് ആരുടെ കയ്യിലിരിക്കുന്നത്? ഇപ്പോൾ മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിന് 3 വിശുദ്ധ മസ്ജിദുകൾ, ലോകത്തുള്ള 3 വിശുദ്ധ മസ്ജിദുകളിൽ ഒന്നാണ് അൽ അഖ്സ മസ്ജിദ് എന്ന് പറയുന്നത്. അതിൻ്റെ നടുമുറ്റത്ത് 40,000 പേർക്ക് ഇരിക്കാം. അപ്പോൾ എത്ര വലിയ മോസ്ക് ആണെന്ന് കരുതൂ. അപ്പോൾ ഇത് സുന്നികൾക്കും ഷിയകൾക്കും ഒരേപോലെ വിശുദ്ധമാണ്. പ്രവാചകൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്ക് മറ്റേ സാധനം ഉണ്ടല്ലോ, അത് കുതിരയുടെ ശരീരവും മനുഷ്യൻ്റെ മുഖമുള്ള ബറാക്ക് എന്ന് പറയുന്ന ഈ അതിൻ്റെ പുറത്ത് കയറി സ്വർഗയാത്ര നടത്തി ഇവിടുന്നാണെന്ന് പറയുന്നത്. ഇവിടുന്ന് പോയിട്ടാണ് പുള്ളി അവിടെ ചെന്നിട്ട് വാളുകൊണ്ടോ കൈകൊണ്ടോ വെട്ടി ചന്ദ്രനെ 2 കഷ്ണാക്കിയൊക്കെ മുറിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അൽ അഖ്സ. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിമുകളാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ 67 അല്ലെ യുദ്ധം ഉണ്ടായല്ലോ, ആ 6 ഡേ വാർ ഉണ്ടായി. 6 ഡേ വാർ കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ ഇത് പിടിച്ചെടുത്തു. ജോർദാൻ്റെ കയ്യിലായിരുന്നു. ജോർദാൻ്റെ കയ്യിൽ ഇന്ന് ഇസ്രയേൽ പിടിച്ചെടുത്തു ഈ ടെമ്പിൾ മൗണ്ട് പിടിച്ചെടുത്തു. ഇസ്രായേൽ പോലീസാണ് സുരക്ഷ നോക്കുന്നതെങ്കിലും അതിൻ്റെ ഭരണം, അൽ അഖ്സ ഈ മോസ്ക് ഉൾപ്പെടെയുള്ളതിൻ്റെ ഭരണം ഹാഷിമൈറ്റ് സൂക്ഷിപ്പുകാരുടെ കീഴിൽ വഖഫ് പ്രകാരം നടത്താൻ ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ തൽസ്ഥിതി. അങ്ങനെയാണ് അതിൻ്റെ ഭരണം നടത്തുന്ന ആരായിരിക്കും? ഈ വഖഫ് പ്രകാരം ഹാഷിമൈറ്റ് രീതിയിലാണ് അതിൻ്റെ ഭരണം നടക്കുന്നത്. അത് പക്ഷേ അതിൻ്റെ സുരക്ഷ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവിടെ കാവൽ നിൽക്കുന്നതൊക്കെ ഇസ്രായേൽ പട്ടാളമായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വളരെ ജൂതന്മാർക്കും എന്തുകൊണ്ട് പ്രിയപ്പെട്ടതായി, കാരണം ദാവീദിൻ്റെ കാലം മുതലുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. സോളമൻ പുതുക്കി പണിയിച്ചതും ഹെരോദോവിൻ്റെ അത് പുതുക്കി പണിതോ പിന്നീട് പണിതോ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിത് വളരെ വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ടെമ്പിൾ മൗണ്ടിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. യെശയ്യാവ് പറയുന്നുണ്ട്, യെശയ്യാവ് 2:2-3 പറയുന്നത് എങ്ങനെ അറിയോ? അത് ഞാൻ അത് മാത്രം വായിക്കാം. നാളുകളുടെ അവസാനത്തിൽ യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ കൊടിമുടി പോലെ സ്ഥിരപ്പെടുകയും കുന്നുകൾക്ക് മീതെ ഉയരുകയും ചെയ്യും. സകല ജാതികളും അതിലേക്ക് ഒഴുകും. അനേകം വംശങ്ങൾ
ചെന്നു, വരുവിൻ, നമുക്കും യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്കും പോകാം. അവൻ്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും, നാം അവൻ്റെ പാതകളിൽ നടക്കും. സിയോനിൽ നിന്ന് ന്യായപ്രമാണവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും എന്നാണ് ഈ ടെമ്പിൾ മൗണ്ടിൻ്റെ പ്രാധാന്യം പറയുന്നത്. അത്ര ക്രൈസ്തവരും അത്ര പ്രാധാന്യത്തോടെ കാണുന്ന ഒരു സ്ഥലമാണ് ടെമ്പിൾ മൗണ്ട്. അവിടെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ അതാണ് പ്രധാനം. അത് അവിടെ പോയി ആരാധന നടത്താൻ മുസ്ലിമുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നത് ഇസ്രയേലിൻ്റെ സുരക്ഷാ മന്ത്രി ലംഘിച്ചു എന്ന് മാത്രമല്ല, ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു എന്ന്. ഇത് ആ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. അല്ല ഇസ്രയേലികൾക്കും വലിയ ആവേശം ഉണ്ടാക്കും. ഞങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ മന്ത്രി പോയി പ്രാർത്ഥിച്ചു, ഇനി ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടെന്നുള്ള ക്ലെയിം ഉണ്ടായി വരികയാണ്. അപ്പോൾ അൽ അഖ്സ മസ്ജിദിൻ്റെ നിയന്ത്രണം ഇനി എത്ര കാലം ജോർദാന് വിട്ടുകൊടുക്കണം? ജോർദാൻ ഈ പ്രശ്നത്തിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ജോർദാൻ ഇനി സംഘർഷം ഒരുപക്ഷെ ജോർദാനുമായിട്ടായിരിക്കുമെന്ന് ബൈബിളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനു മുമ്പ് രാമേന്ദ്ര സാറും സിനുവും കൂടെ ഒരു ചർച്ചയും നടത്തിയിരുന്നു. അപ്പോൾ പതുക്കെ ജോർദാൻ ഈ കളത്തിലേക്ക് വരികയാണ്. ജോർദാൻ്റെ നിയന്ത്രണത്തിലുള്ള അൽ അഖ്സ മസ്ജിദിരിക്കുന്ന ടെമ്പിൾ മൗണ്ട് പുതിയൊരു തർക്ക വിഷയമായി മാറാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.